എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBSൻ്റെ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി, GNM ഓക്സിലറി നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി, ANM കോഴ്സിൻ്റെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റും കാറ്റഗറി ലിസ്റ്റുമാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. GNM കോഴ്സിൽ 2 റാങ്ക് ലിസ്റ്റാണുള്ളത്. അതായത് GNMൻ്റെ ആദ്യത്തെ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സയൻസ് സ്ട്രീമിൽ പഠിച്ചവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. രണ്ടാമത്തത് സയൻസ് സ്ട്രീം അല്ലാത്തവരെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഓക്സിലറി നേഴ്സിംഗ് ANM കോഴ്സാണെങ്കിൽ റാങ്ക് ലിസ്റ്റ് 3ലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റാങ്ക് ലിസ്റ്റിനെ പറ്റിയുള്ള പരാതികളും കാര്യങ്ങളും സെപ്റ്റംബർ 15 എന്ത് ചെയ്യണം, മെയിൽ ചെയ്യണം. അവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ID ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒഫീഷ്യൽ നോട്ടീസാണ്. പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റിനെ പറ്റിയിട്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ഇതിൽ ഉള്ളത്. പരാതികളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സെപ്റ്റംബർ 15 അവരുടെ ഒഫീഷ്യൽ മെയിലിലേക്ക് ഇമെയിൽ അയക്കുക. അടുത്ത നമ്മൾ ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾഡാണ് നോക്കുന്നത്, ഒരു താൽക്കാലിക ഷെഡ്യൂൾ. ഇതിൽ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് സെപ്റ്റംബർ 11 പബ്ലിഷ് ചെയ്തത്. ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത് സെപ്റ്റംബർ 15 ആയിരിക്കും. അത് കഴിഞ്ഞ് ഓപ്ഷൻ രജിസ്ട്രേഷനാണ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താണ്, ട്രയൽ അലോട്ട്മെൻറ്റ്, പിന്നെ ബാക്കിയുള്ള അലോട്ട്മെൻ്റ് എല്ലാം കണ്ടിന്യൂ ചെയ്യും. അലോട്ട്മെൻറ്റ്സ് എല്ലാം ഉണ്ടെങ്കിൽ, സീറ്റ് ബാക്കിയുണ്ടെങ്കിൽ സ്പെഷ്യൽ ആൻഡ് സ്പോട്ട് അലോട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ജസ്റ്റ് ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു റാങ്ക് ലിസ്റ്റാണ്. അതിൽ കിട്ടിയ റാങ്ക് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ കൂടാൻ കുറയല്ലെങ്കിൽ ഒരു മാറ്റം കാണത്തില്ല, സെയിം ഇത് തന്നെയായിരിക്കും. ഇത് ജസ്റ്റ് ഒരു ടെമ്പററി ആണ്. നിങ്ങൾക്ക് എത്ര റാങ്ക് കിട്ടും എന്നൊരു ചാൻസ് പ്രെഡിക്റ്റ് ചെയ്യാനാണ്. ഫൈനൽ റാങ്ക് ലിസ്റ്റാണ് എൻ്റയർ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത് വരെ എന്ത് ചെയ്യുന്നത്, അതാണ് പരിഗണിക്കുന്നത്. ഇപ്പോൾ നമുക്ക് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമ്മുടെ ഒഫീഷ്യൽ സൈറ്റിൽ കയറണം. എന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, ടോപ്പിൽ ഏറ്റവും മുകളിൽ 3 ബാർസ് കാണാൻ പറ്റും, 3 ബാർ. അതിൽ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ബാറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പോൾ ഇതിൽ റാങ്ക് ലിസ്റ്റിൽ സെലക്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. റാങ്ക് ലിസ്റ്റ് 1 ജനറൽ നഴ്സിംഗാണ് ഇപ്പോൾ സെലക്ട് ചെയ്തത്. അല്ലെങ്കിൽ കോട്ട, ഏത് കോട്ട വേണം, സ്റ്റേറ്റ് മെറിറ്റ് വേണോ, EWS വേണോ എന്ന് സെലക്ട് ചെയ്യാൻ ചോദിക്കും. ഇഷ്ടംപോലെ കോട്ടകൾ അങ്ങനെ കാണാനൊക്കെ പറ്റും. ഇപ്പോൾ സ്റ്റേറ്റ് മെറിറ്റാണ് സെലക്ട് ചെയ്തിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യുക, ഷോ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ജനറൽ നഴ്സിംഗിൻ്റെ ഫസ്റ്റ് റാങ്ക് ലിസ്റ്റ്, അതായത് സയൻസ് സ്ട്രീമിൽ വരുന്ന മാത്രമാണ് ഇപ്പോൾ കാണാൻ പറ്റുക. സയൻസ് സ്ട്രീം എടുത്തവരെ മാത്രമായിട്ടുള്ള ജനറൽ നഴ്സിംഗിൻ്റെ ഫസ്റ്റ് റാങ്ക് ലിസ്റ്റ് ഇവിടെ വരും. ആദ്യം നമ്മൾ നോക്കിയത് ജനറൽ നഴ്സിംഗിൻ്റെ ഫസ്റ്റ് റാങ്ക് ലിസ്റ്റാണ്, അതായത് സയൻസ് സ്ട്രീം എടുത്തിട്ടുള്ളവർ. രണ്ടാമത്തെ റാങ്ക് ലിസ്റ്റ് നോൺ സയൻസ് സ്ട്രീം, അതായത് സയൻസ് സ്ട്രീം എടുത്തിട്ടില്ലാത്തവരെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇൻഡെക്സും എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ കാറ്റഗറി മാറ്റി കൊടുക്കാൻ പറ്റും. സ്റ്റേറ്റ് മെറിറ്റിലാണ് ഇപ്പോൾ കിടക്കുന്നത്. നിങ്ങൾക്ക് കാറ്റഗറി വേണം EWS എന്നോ EWN OBH എന്നോ മുസ്ലിമോ എന്നൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഇത് എല്ലാവരുടെയും പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താൽ ഒരുമിച്ച് കാണാനായിട്ട്, എല്ലാവരും ഒരുമിച്ച് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളിങ്ങനെ ചെക്ക് ചെയ്യുക. അടുത്ത 3ാമത്തെ റാങ്ക് ലിസ്റ്റാണ് ഓക്സിലറി നേഴ്സിംഗിൻ്റെത് മാത്രമായിട്ടാണ് 3ാമത്തെ റാങ്ക് ലിസ്റ്റ്. അപ്പം മറ്റേത് 2 റാങ്ക് ലിസ്റ്റ് ഉണ്ട്. ഇതിൽ ഒറ്റ റാങ്ക് ലിസ്റ്റേ ഉള്ളൂ, അത് 3ാമത്തെ റാങ്ക് ലിസ്റ്റാണ് ഓക്സിലറി നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കോട്ട സെലക്ട് ചെയ്യുക. അപ്പോൾ സ്റ്റേറ്റ് മെറിറ്റിലാണ് കിടക്കുന്നത്, ഇത് ഷോ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ റാങ്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്സിലറി നഴ്സിംഗിൻ്റെ സ്റ്റേറ്റ് മെറിറ്റിലുള്ള റാങ്ക് ലിസ്റ്റാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് എളുപ്പത്തിൽ കാണണമെങ്കിൽ, അതായത് പ്രത്യേകിച്ച് നിങ്ങളെ മാത്രമായിട്ട് കാണണമെങ്കിൽ, നിങ്ങൾ ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് അവിടെ
കാണാനായിട്ട് സാധിക്കും. പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് എന്ന് പറയാൻ വീണ്ടും പറയുകയാണ്, അത് ടെമ്പററിയാണ്, ഒരു താൽക്കാലിക റാങ്കാണ്. ഫൈനൽ റാങ്ക് ലിസ്റ്റാണ്. നിങ്ങളുടെ എൻറ്റയർ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് തീരുന്നത് വരെ പരിഗണിക്കുന്നത് ഫൈനൽ റാങ്ക് ലിസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആ ടൈമിൽ അതിൻ്റെ അപ്ഡേറ്റ് ലഭിക്കും. എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.